ഇന്ന് നമുക്ക് പച്ച കളറിലൊരു ദോശ ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ടി ഞാൻ അരിയോ ഉഴുന്നോ ഒന്നും നനയ്ക്കുകയോ കുതിർത്തുകയോ ഒന്നും അരയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പച്ച കളർ ഇതിൽ വരുത്തിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ദോശൻ്റെ ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന് കണ്ടു നോക്കൂ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലക്കിൻ്റെ ചീരയാണ് കേട്ടോ. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇത് തിളച്ച് വരട്ടെ കേട്ടോ. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഈ സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുക്കാത്ത റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇലയും മട്ടറും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലക്കിൻ്റെ ഇലയൊക്കെ നമ്മൾ വേവിച്ച കാരണം ആ പച്ച കളർ നല്ല നാച്ചുറലായിട്ടുള്ള പച്ച കളറായിട്ട് തന്നെ ഉണ്ടാവും. ഇനി നമ്മളതിലേക്ക് 1/4 കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. പിന്നെ നമ്മൾ വേവിച്ച് എടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നല്ല മാവിൻ്റെ പോലെ അരച്ച് കൊണ്ടുവരാം. അങ്ങനെ ഇതാ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട്. കട്ടിയായിട്ട് പോയാൽ നമുക്കങ്ങനെ ഉണ്ടാക്കാനായിട്ട് കിട്ടില്ല. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാം. ചൂടായിക്കൊണ്ടിരിക്കുന്ന ദോശ തവിയിലേക്ക് നമുക്ക് മാവ് ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ചിട്ട് ദോശ അങ്ങ് ചുറ്റിച്ചെടുക്കാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ? അതേപോലെ തന്നെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ളൊരു ദോശയാണിത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇത് വേവാനായിട്ട് കാത്തിരിക്കാം. കണ്ടോ, 1 മിനിറ്റിന് ശേഷം കണ്ടോ നല്ല ഇലയുടെ പച്ച കളറായിട്ടാണ് നമുക്ക് ദോശ കിട്ടിയിട്ടുള്ളത്. അല്പം ഒന്ന് എണ്ണയോ നെയ്യോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് വേവിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ നിറം മാറിപ്പോകും. ഒന്ന് ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മളുടെ ഈസി ആയിട്ടുള്ള പച്ച കളർ ദോശ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ്. വോട്ടോണക്കോണ്ടായി ബജറ്റ് അവതരിപ്പിക്കേണ്ട സാഹചര്യമുള്ളതിനാൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട്, വാർഷിക ബജറ്റ് അലോക്കേഷൻ എന്നിവ ഇത്തവണ ഉണ്ടായില്ല. യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകുന്നതായിരുന്നു ബജറ്റ്. കാർഷിക രംഗത്ത് ഉത്പാദന